എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ 2021 ചോദിച്ച SSLC മെയിൻ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസിൻ്റെ ഇംഗ്ലീഷ് മലയാളം പാർട്ടാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഇൻസേർട്ട് ദ കറക്റ്റ് ആർട്ടിക്കിൾസ് ഫോർ ദ ബ്ലാങ്ക്സ്. ഐ ഓൺലി ഹാവ് ഡാഷ് ഹാഫ് ഡാഷ് ആർ ബ്രേക്ക് ടു ഫിനിഷ് ഓഫ് മൈ വർക്ക്. ഏത് ആർട്ടിക്കിളാണ് ഇതിൽ ചേർക്കേണ്ടത്? നമുക്കറിയാം ഐ ഓൺലി ഹാവ് എന്താണ് വരിക? എ ഹാഫ് അല്ലേ? പിന്നെ ആൻ ആർ എന്നാണ് പറയുക. എച്ച് ആണ് സൗണ്ട് എങ്കിലും നമ്മൾ പറയുമ്പോൾ ആർ എന്നാണ് പറയുക. അതുകൊണ്ട് ആൻ ആർ ആണ്. അപ്പൊ ഏതാണ് ആൻസർ? ഡി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ചേഞ്ച് ദ ഗിവൺ സെന്റൻസ് ടു പാസീവ് വോയിസ്. An uneasy silence succeeded the pistol shot. ആൻസർ എന്താണ് വരിക? ആദ്യം പിസ്റ്റൾ ഷോട്ട് ആദ്യം വയ്ക്കണം അല്ലേ? ദ പിസ്റ്റൾ ഷോട്ട്, പിന്നെ എന്താ വയ്ക്കുക? ആൻ അണീസി സൈലൻസ് സക്സീഡഡ് അല്ലേ? അപ്പൊ എന്താ വരിക? ദ പിസ്റ്റൾ ഷോട്ട് വാസ് സക്സീഡഡ് ബൈ ആൻ അണീസി സൈലൻസ്. അപ്പൊ സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റിപ്പോർട്ട് ദ given questions and choose the correct options. Which of you knows how to make chicken stew? Said the chief cook. അപ്പൊ റിപ്പോർട്ടഡ് സ്പീച്ച് എങ്ങനെയാണ് ആക്കുക? The chief cook asked അല്ലെ? Asked which of them knew how to make chicken stew. അപ്പൊ എ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ചൂസ് ദ കറക്റ്റ് പ്രിപ്പോസിഷൻ ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്. ഹി ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ ഡാഷ് 3 years now and the company has made rapid progress dash he joined there. എങ്ങനെയാണ് പറയാം? He has been working here for 3 years now and company has made rapid progress since he joined there. അപ്പോൾ ബി എന്നുള്ളതാണ് ആൻസർ. അപ്പോൾ ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കൂടുതൽ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കാരണം നിങ്ങളുടെ ഓരോ കമൻറ്റിലുമാണ് നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്കുള്ള ഊർജം. 100ൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ കാണാൻ സാധിക്കും. ആ പ്ലേലിസ്റ്റിൽ ഉള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് തന്നെ കിട്ടാൻ സാധിക്കും. GK പാർട്ടായാലും 170ഓളം ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അതും നിങ്ങൾ നോക്കി പഠിക്കുക. മാത്സ് ആണെങ്കിൽ നിങ്ങൾ ഹരിശ്രീ ലേണിംഗ് ഈസ് ഫൺ എന്നുള്ള നമ്മുടെ ചാനലിലാണ് നോക്കേണ്ടത്. അതിലാണ് നമ്മൾ 2017-16 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം വർക്ക്ഡ് ഔട്ട് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. പുട്ട് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ് ഫോർ ദ സെന്റൻസ്. ഹി ഹാർഡ്ലി എവർ മേക്സ് എ മിസ്റ്റേക്ക്. എങ്ങനെയാണ് പറയാ? ഹാർഡ്ലി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് ആണ് സെന്റൻസ് കേട്ടോ. അപ്പൊ പോസിറ്റീവ് ആണ് ടാഗ് വരിക. എങ്ങനെയാണ് വരിക? ഡസ് ഹി. മേക്സ് അല്ലേ? അപ്പൊ ഡസ് മേക്ക് അല്ലേ? അപ്പൊ ഡസ് ഹി. കാരണം എന്താണ്? ഹാർഡ്ലി അത് നെഗറ്റീവായ കാരണമാണ് ഡസ് ഹി വന്നത്. അല്ലെങ്കിൽ എന്താണ് വരേണ്ടത്? ഡസിൻറ്റ് ഹി എന്നാണ് വരേണ്ടത് അല്ലെ? പക്ഷെ ഈ ഹാർഡ്ലി ഉള്ള കാരണം ഇത് നെഗറ്റീവ് ആണ്. അപ്പൊ പോസിറ്റീവ് ടാഗ് ഡസ് ഹി എന്നാണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഡു യു കോൾ എ പേഴ്സൺ ഹു നെവർ ഡ്രിങ്ക്സ് ആൽക്കഹോൾ? ആൻസർ എന്താണ് വരിക? teetotaler. Next question. Give the antonym of the word liability. Antonym എന്ന് പറഞ്ഞാൽ എന്താണ്? വിപരീതമാണ് കേട്ടോ. ലയബിലിറ്റി വിപരീതം എന്താണ് വരിക? അസെറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻസേർട്ട് ദ കറക്റ്റ് വേർബ് ഫോർ ദ സെന്റൻസ്. Either of the candidates dash scored good marks. Either of the candidates has scored
ഗുഡ് മാർക്സ്. ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗിവ് ദ അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ ഇഡിയം ബിൽഡ് കാസിൽസ് ഇൻ ദ എയർ. ആൻസർ എന്താ വരിക? മേക്സ് ഫൂളിഷ് കാൽക്കുലേഷൻസ്. വെള്ളത്തിൽ വരച്ച വര പോലെ എന്നൊക്കെ പറയില്ലേ നമ്മള്, അതേപോലെ മേക്സ് ഫൂളിഷ് കാൽക്കുലേഷൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ കറക്റ്റ് സ്പെൽഡ് വേർഡ്? ഇൻഡസ്ട്രിയസ്. INDUSTRIOUS. ഇൻഡസ്ട്രിയസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മലയാളാണ്. നല് പ്ലസ് നൂൽ, നന്നൂൽ. സന്ധി നിർണയിക്കുക. എങ്ങനെയാണ് സന്ധി വരിക? നല് പ്ലസ് നൂൽ, നന്നൂൽ അല്ലെ. ഇവിടെ ല എന്നുള്ളത് പോയി ന എന്ന് വരും അല്ലെ. അപ്പൊ എന്താണ്? ആദേശ സന്ധി ആയിട്ടാണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നൈയായികൻ എന്ന പദം വിവക്ഷിക്കുന്നത്. ആൻസർ എന്താണ് വരിക? ന്യായശാസ്ത്രം പഠിച്ചവനാണ് നൈയായികൻ. മഴ പെയ്തു, ഉഷ്ണം ശമിച്ചില്ല. ഇവിടെ ചേർക്കാവുന്ന ഘടകപദം കണ്ടെത്തുക. എങ്ങനെയാണ് പറയാ? മഴ പെയ്തെങ്കിലും ഉഷ്ണം ശമിച്ചില്ല എന്നാണ് പറയുക അല്ലെ. അപ്പൊ എ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സാരം എന്ന പദത്തിന്റെ വിപരീതം. സാരം, നിസ്സാരം അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാംസം എന്ന അർത്ഥം വരാത്ത പദമേത്? വരാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അശനം എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഹംഗ്രി ഡോഗ് വിൽ ഈറ്റ് ഡങ്. ഈ വാക്യത്തിന് യോജിച്ച മലയാളം ചൊല്ല്. ഗതികെട്ടാൽ പുലി പുല്ലും തിന്നും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പൂജക ബഹുവചനത്തിന് ഉദാഹരണം. അവർകൾ. ശരിയായ പ്രയോഗം ഏതാണ് വരിക? പ്രസംഗ പാടവം. ടാ ആണ് വരിക കേട്ടോ. ശവത്തിൽ കുത്തുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് അവശനെ ഉപദ്രവിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പൊൽക്കലശം പിരിച്ചെഴുതുമ്പോൾ പൊൻ പ്ലസ് കലശം, പൊൽക്കലശം. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.